നാട്ടിൽ വന്നതിന് ശേഷം ഒരു ടൂ വീലർ ഇല്ലാത്തതിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസം നോക്കി നോക്കി അവസാനം ഒരു വണ്ടി ഞാൻ കണ്ടെത്തി കേട്ടോ. 2015 മോഡലാണ്, 150 ആണ് പൾസർ. നോക്കിയപ്പോഴത്തേക്ക് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ ഇനിയിപ്പോൾ സെക്കൻഡ് വണ്ടിയാകുമ്പോഴത്തേക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമല്ലോ എന്ന് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കല്ലേ അറിയാവൂ. അതിനെ പിന്നെ നേരെ കൊണ്ടുപോയി കുളിപ്പിക്കാനായിട്ട് കൊടുത്തു കേട്ടോ. കുളിപ്പിക്കാൻ കൊണ്ട് കൊടുത്തിട്ട് ഞാൻ അതിൻ്റെ കുളിസീനെല്ലാം നോക്കി ഇങ്ങനെ ആത്മനിർവൃതി അടഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നമ്മളെ സ്വന്തം പ്രോപ്പർട്ടിയിലെ കുളിസീൻ കാണാനായിട്ട് വെളിയിൽ നമ്മൾ ആരും കുറ്റപ്പെടുത്തുന്നില്ലല്ലോ. പിന്നെ വണ്ടി ഞാൻ നോക്കിയിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും പുറമേ കാണുന്നില്ല. വലിയ കളർ പോവും, മറ്റേ പെയിൻ്റ് എന്താണ് ഫെയ്ഡായി പോകും, അങ്ങനെ സംഭവങ്ങളൊന്നും തോന്നുന്നില്ല. എൻജിൻ സൈഡിലും വലിയ പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല. പിന്നെ സെക്കൻഡ് വണ്ടിയാകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുമല്ലോ. അതുകൊണ്ടൊക്കെ ആയിരിക്കുമല്ലോ അവർ കൊടുക്കുന്നത്. എന്തായാലും കുറച്ച് നാളത്തേക്ക് ഉപയോഗിക്കാനായിട്ടൊക്കെ ഇത് മതിയെന്നാണ് ഞാനങ്ങ് വിചാരിച്ചു. നമ്മൾ കൊടുത്ത ബഡ്ജറ്റും ഏതാണ്ട് കറക്റ്റ് കുഴപ്പമില്ലാതെ കിട്ടി. അങ്ങനെ നേരെ അവിടെ നിന്ന് കൊണ്ടുവന്നത് അമ്പലത്തിലോട്ടാണ്. ഈ അമ്പലവും ഞാനും തമ്മിൽ കുഞ്ഞുനാൾ തൊട്ടേ ഒരു വൈകാരികമായിട്ടുള്ള ഒരു ബന്ധം ഞാനും ഈ അമ്പലവും തമ്മിലുണ്ട്. അപ്പം ഞാൻ ചെന്നിട്ട് പോറ്റിയോട് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ ചാവിയെ കൊണ്ടുപോയി പൂജ ഉണ്ടാക്കി തന്നിട്ടാ. ഇതിപ്പോൾ ഈ ചാവി പൂജിക്കുക എന്ന് പറയുന്നത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള വിശ്വാസങ്ങളാണല്ലോ, അല്ലേ?